ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സമൂസ ലീഫ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഫ്സാണ്. അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് 5 മുട്ടയാണ്, 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റണം. അത് ചെറുതായി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ഉള്ളി ഒരുപാട് അങ്ങ് വാടണ്ട, നമുക്ക് ആ കടിക്കാൻ കിട്ടുന്ന പരുവത്തിനൊന്ന് വാടിയാൽ മതി. ഇപ്പോൾ ദേ അതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് വാട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ പപ്സ് റെഡിയാക്കാൻ വേണ്ടി 2 സമൂസ ലീഫാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ക്രോസിന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് മുട്ടയൊന്ന് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഫസ്റ്റ് സമൂസ ലീഫിൻ്റെ എൻഡ് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ മൈദ മിക്സ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ സെക്കൻഡ് എൻഡും അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അങ്ങനെ അതിൻ്റെ 4 സൈഡും അതുപോലെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഫ്സ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ, അല്ലേ അത് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ സമൂസ ലീഫ് കൊണ്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.